നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് CPM പിണ്ടിമന ലോക്കൽ കമ്മിറ്റി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഏരിയ സെക്രട്ടറി KA ജോയി സമരം ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പ് സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. സാമൂഹ്യ ക്ഷേമരംഗത്ത് മുൻതൂക്കം നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച ബ്രാഞ്ച് ഉടുമ്പന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി DYSP ജിൽസൺ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. ആലുവ മൂന്നാർ റോഡ് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. പഴയ ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനും മണ്ഡലത്തിലെ MLA ആയ തനിക്കും ഇടുക്കി MPക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വൈദികർക്കും പൊതുപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമെതിരായി വനം വകുപ്പ് എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും പിൻവലിക്കണമെന്നും പഴയ ആലുവ മൂന്നാർ റോഡ് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. സർ, ബഹുമാനപ്പെട്ട ആന്റണി ജോൺ MLAക്കൊപ്പം നേരത്തെ തന്നെ A രാജ MLAയും ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് പരിശോധിക്കാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർച്ച നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനം വകുപ്പ് ചെയ്തിട്ടുള്ളത്. വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു. പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയിലും MLA ജില്ലാ ബ്ലോക്ക് ജനപ്രതിനിധികൾക്ക് അപ്രഖ്യാപിത വിലക്കിലും പ്രതിഷേധിച്ച് CPIM പിണ്ടിമന ലോക്കൽ കമ്മിറ്റി പിണ്ടിമന പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഏരിയ സെക്രട്ടറി KA ജോയി സമരം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PM മുഹമ്മദ് അലി, ബിജു P നായർ, TC മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. UDF ഭരണസമിതിയുടെ നീതി നിഷേധവും ജനാധിപത്യ വിരുദ്ധ വികസന വിരുദ്ധ നിലപാട് തിരുത്തണമെന്നും ജില്ലാ പഞ്ചായത്തിന്റെ DPC അംഗീകാരം പദ്ധതികൾ മാർച്ച് 31-നകം പൂർത്തിയാക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു CPIM പിണ്ടിമന ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ധർണാ സമരം ഏരിയ സെക്രട്ടറി KA ജോയി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ പാർട്ടി ലീഡർ SM അലിയാർ മാഷ് അധ്യക്ഷനായി. നേതാക്കളായ PM മുഹമ്മദ് അലി, ബിജു P നായർ, TC മാത്യു, പഞ്ചായത്ത് അംഗം സിജി ആന്റണി, കർഷക സംഘം നേതാവ് ME കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ന്യൂ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. MNVG അടിയോടി സ്മാരക ഹാൾ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ആധുനിക രീതിയിലുള്ള ഗ്രന്ഥശാല ഉദ്ഘാടനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രനും, ജോയിന്റ് കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം പന്നിൻ രവീന്ദ്രനും നിർവഹിച്ചു.
ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ന്യൂ ബ്ലോക്ക് ഉദ്ഘാടനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. പ്രധാന ശിലാഫലവും കൂടെ നിർവഹിക്കേണ്ടതുണ്ട്. കണ്ടെത്തുകൊണ്ട് മുൻപിലിട്ടുണ്ട്. ഓർമ്മയിലുണ്ട് സഖാവ് പരമേശ്വരൻ നായർ, അദ്ദേഹത്തിന്റെ കപ്പളം വീശ, അദ്ദേഹം ജോയിന്റ് കൗൺസിലിന്റെ നേതാവായി. പിന്നെ വന്ന എല്ലാവരും ഞങ്ങളെല്ലാം പിന്നെ പതുക്കെ മുതിർന്നപ്പോൾ ഏറെ അടുപ്പമുള്ളവരായി മാറി പിൽക്കാല നേതാക്കന്മാർ പലരും. പ്രയാസം വന്നപ്പോൾ, ജാമ്യക്കാരെ കൊണ്ടുവന്നപ്പോൾ, അടിയെ ആശുപത്രിയിൽ പോയപ്പോൾ എല്ലാം ഓടിയെത്തിയവരിൽ ഒരുപാട് പേർ ഈ കൊടി പിടിച്ചവരാണ്. ഈ കൊടി പ്രബലമാണ്. ചോരയുടെയും സമരത്തിൻ്റെയും കോരം പറ്റിക്കൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ എണ്ണമറ്റ പ്രസ്ഥാനങ്ങളുമായി സൗഹൃദം പ്രഖ്യാപിച്ചത്, ഐക്യദാർഢ്യം പൂർത്തിയാക്കിയത്. അതുകൊണ്ടാണ് ജോയിന്റ് കൗൺസിലിന്റെ വളർച്ചയിൽ നാളിലേക്കല്ലായ ഈ പുതിയ അവാർഡിന്റെ ഉദ്ഘാടനം കേവലമായ ഉദ്ഘാടനമല്ല, ഒരുപാട് നന്മകളുള്ള മനുഷ്യരുടെ MNVG അടിയോടി സ്മാരക ഹാൾ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും ആധുനിക രീതിയിലുള്ള ഗ്രന്ഥശാല ഉദ്ഘാടനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രനും ജോയിന്റ് കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം പന്ന്യൻ രവീന്ദ്രനും നിർവഹിച്ചു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, കൃഷി വകുപ്പ് മന്ത്രി B പ്രസാദ്, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്ങോട് രാധാകൃഷ്ണൻ, സത്യൻ മൊകേരി, മുൻ മന്ത്രി K രാജു, ജോയിന്റ് കൗൺസിൽ മുൻ ചെയർമാൻ K ഷാനവാസ് ഖാൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ സ്വാഗതവും സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. വനം വകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. വള്ളക്കടവ് റേഞ്ചിൽപ്പെട്ട സ്ഥലത്ത് ജനവാസ മേഖലയോട് ചേർന്ന് കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് പലയിടങ്ങളിലായി സാമൂഹ്യ വിരുദ്ധർ മുറിച്ചിട്ടിരിക്കുന്നതായി വനം വകുപ്പ് പരാതി നൽകിയിരിക്കുന്നത്. തൂക്കുവേലിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 2 മാസം പിന്നിട്ടിട്ടും ഉദ്ഘാടനം നിർവഹിച്ചിട്ടില്ല. എന്നാൽ സാമൂഹ്യ വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നതോടെ ജനങ്ങളിലും വനം വകുപ്പിലും ഒരുപോലെ ആശങ്ക ഉളവാക്കുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഒഴിവാക്കുവാൻ വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. വള്ളക്കടവ് റേഞ്ചിൽപ്പെട്ട സ്ഥലത്ത് ജനവാസ മേഖലയോട് ചേർന്ന് കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് പലയിടങ്ങളിലായി സാമൂഹിക വിരുദ്ധർ മുറിച്ചിട്ടിരിക്കുന്നതായി വനംവകുപ്പ് പരാതി പറയുന്നത്. വനംവകുപ്പിന്റെ ഇടപെടൽ മൂലം നബാർഡുമായി ചേർന്ന് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം വള്ളക്കടവ് മുതൽ 4.6 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നതിന് 38 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് തൂക്കുവേലിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പദ്ധതി പൂർത്തിയായി 2 മാസം പിന്നിട്ടിട്ടും ഉദ്ഘാടനം നിർവഹിച്ചിട്ടില്ല. എന്നാൽ തൂക്കുവേലിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കാട്ടിനുള്ളിൽ നിന്നും ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി പൂർത്തീകരിച്ചതോടെ പ്രദേശവാസികൾ സന്തോഷത്തിലാണ്. എന്നാൽ സാമൂഹിക വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നതോടെ ജനങ്ങളിലും വനംവകുപ്പിലും ഒരുപോലെ ആശങ്ക ഉളവാക്കുന്നു. വനംവകുപ്പ് കാട്ടിൽ സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാട്ടിൽ അതിക്രമിച്ചു കടന്നവരുടെ ചിത്രം പതിഞ്ഞെങ്കിലും ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് വള്ളക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ K നായർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. ഇതനുസരിച്ച് അന്വേഷിക്കുവാനെത്തിയ ഉദ്യോഗസ്ഥർ തങ്ങളുടെ അതിർത്തിയിലല്ല സംഭവം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയതായി EDC അംഗങ്ങൾ ആക്ഷേപമുന്നയിച്ചു. സൗരോർജ്ജ തൂക്കുവേലികൾ സംരക്ഷിക്കുന്നതിനായി EDC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. സാമൂഹ്യക്ഷേമ രംഗത്ത് മുൻതൂക്കം നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് 2025-26 വർഷത്തെ ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. 60,63,35,621 രൂപ വരവും 60,31,56,000 രൂപ ചിലവും 31,79,621 രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, വ്യവസായം, സാമൂഹ്യക്ഷേമം എന്നീ രംഗങ്ങളിൽ വൻ പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. PMAY ഭവന പദ്ധതിക്കായി 5,89,60,000 രൂപയും ലൈഫ് ഭവന പദ്ധതിക്കായി 55 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്.
ക്ഷീര കർഷകർക്ക് ഇൻസെന്റീവായി 72,50,000 രൂപയും കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 38,50,000 രൂപയും കരുതിയിട്ടുണ്ട്. വ്യവസായ രംഗത്ത് പുതിയ ഉണർവ് പകരുന്നതിന് താന്നിക്കണ്ടം വനിതാ റെസിഡൻഷ്യൽ ട്രെയിനിംഗ് സെന്ററിന് സാധിക്കും. ക്ഷേമ കാര്യങ്ങൾക്കായി നിരവധി നൂതന പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓപ്പൺ ജിംനേഷ്യം, ബ്ലോക്കിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും സൗജന്യ കർണ പരിശോധനയും ഉപകരണ വിതരണവും, ഭിന്നശേഷി വിഭാഗക്കാർക്ക് തൊഴിൽ പരിശീലനം, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, യോഗ പരിശീലനം, മുച്ചക്ര വാഹന വിതരണം എന്നിങ്ങനെ നിരവധിയായ പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ പരിഗണിച്ച് അവർക്കായി പ്രത്യേക തൊഴിൽ പരിശീലന പദ്ധതിക്കും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ടൂറിസം വികസനത്തിനായി കാൽവരി മൗണ്ടിൽ പണി പൂർത്തീകരിച്ച ടൂറിസം ബിൽഡിംഗ് മെയ് മാസത്തോടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ടൂറിസം രംഗത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് വൻ നേട്ടം കൈവരിക്കാൻ സാധിക്കും. കായിക വികസനത്തിനായി ടർഫ് സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവും നിർമ്മിക്കുന്നതിലൂടെ കായിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കും വന്യമൃഗ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേലി നിർമ്മിക്കുന്നതിനും പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. സമഗ്ര മേഖലകൾക്കും അർഹമായ പ്രാധാന്യം നൽകി തയ്യാറാക്കിയ ജനകീയ ബഡ്ജറ്റ് ഇടുക്കി ജില്ലയ്ക്ക് മുതൽക്കൂട്ടാകും. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM മുഹമ്മദ് സബീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ എന്നിവർ ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച ബ്രാഞ്ച് ഉടുമ്പന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നൂതന ബാങ്കിംഗ് സേവനങ്ങളും സാമ്പത്തിക സേവനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇടുക്കി DYSP ജിൽസൺ മാത്യു നിർവഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ KK രാജേഷ് N നായർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഉടുമ്പന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച ശാഖ നൂതന ബാങ്കിംഗ് സേവനങ്ങളും ഉപഭോക്തൃ സൗഹൃദ സേവനങ്ങളുമായി ഉടുമ്പന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നൂതന ബാങ്കിംഗ് സേവനങ്ങളും സാമ്പത്തിക സേവനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇടുക്കി DYSP ജിൽസൺ മാത്യുവും ATM കൗണ്ടറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷും നിർവഹിച്ചു. സാധാരണക്കാർക്കും പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഈ പ്രദേശത്തിന് ഗുണകരമാകും. ധാരാളം സ്കീമുകളെ പറ്റിയൊക്കെ പറഞ്ഞു. ലോൺ സ്കീമുകൾ, KCC സ്കീം, അതായത് പഴയ ഗോൾഡ് ലോൺ സ്കീം, അതുപോലെ മറ്റ് ഹൗസിംഗ് ലോണുകൾ, അങ്ങനെ നിരവധി സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഈ ബാങ്കിൽ ലഭ്യമാണെന്നുള്ളതാണ് ജനറൽ മാനേജറുടെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ നമുക്ക് മനസ്സിലായത്. ആ സേവനങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. വളരെ സുതാര്യമായും നല്ല രീതിയിലും പ്രവർത്തിച്ച് നാൾക്ക് നാൾ നല്ല ഉന്നമനത്തിലേക്ക് പോകാൻ ഈ ബാങ്കിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. വലിയ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്കാണ് ബാങ്കിൻ്റെ ഒരു മോട്ടോയുടെ ഭാഗമായി തന്നെ ആയിരിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ശീതീകരിച്ച സുഖശീതളിമയിലിരുന്നു കൊണ്ട് ബാങ്ക് ഇടപാടുകൾ നടത്താനും എത്തിച്ചേരുന്ന ഇടപാടുകാർക്ക് നല്ല അന്തരീക്ഷം ലഭിക്കുവാനും കഴിയുന്ന നിലയിലേക്കുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് ഉടുമ്പന്നൂരിൻ്റെ ബ്രാഞ്ച് പുതിയ നിലയിൽ പ്രവർത്തിക്കുക എന്നത് ഓരോ ഉടുമ്പന്നൂരുകാരനും ബാങ്കുമായി ഇടപാട് നടത്തുന്ന ഓരോ ഉടുമ്പന്നൂരുകാരനെ സംബന്ധിച്ചും സന്തോഷവും അഭിമാനകരവുമായ മുഹൂർത്തമാണ്. ചടങ്ങിൽ കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ KK രാജേഷ് N നായർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമീണ വികസനത്തിനും ധനസഹായത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ഗ്രാമീൺ ബാങ്ക് എല്ലാവിധ നൂതന ബാങ്കിംഗ് സേവനങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ബാങ്കിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ വികസനത്തിനും ധനസഹായത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കൂടുതൽ ബ്രാഞ്ചസും ഗ്രാമീണ മേഖലയിലാണുള്ളത്. പൂർണ്ണമായിട്ടും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്കാണ്. കാരണം 50% ഓഹരികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്, 15% ഓഹരികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതാണ്, ബാക്കി 35% ഓഹരികളും സ്പോൺസർ ബാങ്കായ കനറ ബാങ്കിൻ്റെതാണ്. നമുക്ക് ഏകദേശം 80 ലക്ഷം കസ്റ്റമേഴ്സുണ്ട്. ഏതൊരു
പൊതുമേഖലാ ബാങ്കിലുള്ളത് പോലെയോ അല്ലെങ്കിൽ ഏതൊരു പ്രൈവറ്റ് ബാങ്കിലുള്ളത് പോലെയുള്ള ഫെസിലിറ്റീസും സംവിധാനങ്ങളും എല്ലാം കേരള ഗ്രാമീൺ ബാങ്കിലുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് കോട്ടയം റീജിയണൽ മാനേജർ സുരേഷ് കുമാർ ജി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇടുക്കി ലീഡ് ബാങ്ക് മാനേജർ റെജി രാജ്, നബാർഡ് DDM അരുൺ MS, വില്ലേജ് ഓഫീസർ ബിജു KS, വാർഡ് മെമ്പർ ശ്രീമോൾ ഷിജു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KB ബഷീർ എന്നിവർ ആശംസയും ബ്രാഞ്ച് മാനേജർ സുജിത T കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകൻ ഷൈൻ KB, അമൃതം ന്യൂട്രിമിക്സ് സെക്രട്ടറി സഫിയ റഷീദ്, തടത്തിൽ റബ്ബർസ് ഡയറക്ടർ ഫാദർ ജോസ് TM എന്നിവർക്ക് ആദരവൊരുക്കി. തുടർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ടീം വിമുക്തിയൊരുക്കിയ ബോധവൽക്കരണ സെമിനാർ നടന്നു. കാർഷിക ആവശ്യങ്ങൾക്കുള്ള ലോണുകൾ, ഗോൾഡ് ലോണുകൾ, ഭവന വായ്പകൾ എന്നിവയ്ക്ക് ഫിക്സ്ഡ് പലിശ നിരക്കാണ് ബാങ്ക് ഈടാക്കുന്നത്. കൂടാതെ 444 ദിവസത്തെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 8.05% വരെ പലിശയും ലഭ്യമാണ്. നാളിതുവരെ നൽകിയ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നതിനൊപ്പം തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ബ്രാഞ്ച് മാനേജർ അറിയിച്ചു. കേരളത്തിന്റെ സ്വന്തം ബാങ്കുമാണ്. സാധാരണക്കാരാണ് നമ്മുടെ ഇടപാടുകാർ കൂടുതലും. അപ്പം സാധാരണക്കാരിൽ നിന്ന് പണം പിരിവ് നടത്തിയത് കേരളത്തിലെ നിക്ഷേപങ്ങൾ പിരിച്ചുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് തന്നെ ലോൺ കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് കേരള ഗ്രാമീൺ ബാങ്കിനുള്ളത്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവന സൗകര്യങ്ങളും നമുക്കും ലഭ്യമാണ്. ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, അതുപോലെ തന്നെ എല്ലാ ലോൺ സ്കീമുകളും, ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ എല്ലാം തന്നെ ഫിക്സഡ് റേറ്റിലാണ്. നമ്മുടെ ഒരു ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലിശ നൽകുന്നത് ഫിക്സഡ് റേറ്റിലാണ്. പക്ഷേ അതേസമയം അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഒരു ലോൺ എടുത്തു കഴിഞ്ഞ് 7 വർഷമാണെങ്കിൽ ആ 7 വർഷത്തേക്കും അതേ റേറ്റിലായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഭാവിയിലും പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്നു. ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യം നടക്കില്ല എന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ പങ്കെടുത്തു. തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ സമൂഹത്തിൽ താഴെത്തട്ടിൽ ആരോഗ്യ മേഖലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ദിവസവേതനം 238 രൂപയിൽ നിന്നും 700 വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 45 ദിവസമായി സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യം നടക്കില്ല എന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരസഭയുടെ മുന്നിൽ ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ വർക്കർമാരുടെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്കും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വലിയ പിടിവാശി. 1 മാസക്കാലത്തോളം തൻ്റെ ഓഫീസിൻ്റെ തൊട്ട് താഴെ സമൂഹത്തിലെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ ചെയ്യുന്ന ഒരു വിഭാഗം വനിതകൾ നടത്തുന്ന സമരം കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ച ആളാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. 1 മാസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഒന്ന് പ്രതികരിച്ചു കളയാമെന്ന് തോന്നിയത്. നമ്മൾ വിചാരിച്ചു അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം പറയുമായിരിക്കും. പക്ഷെ കേരളത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ ആകെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം
മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്ന് കേരള സമൂഹം തിരിച്ചറിയുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ആശാമാരുടെ സമരത്തിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാനെന്ന് മെനക്കെടാത്തവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. അന്നൊക്കെ അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വിടുപണി ചെയ്തവരാണ്. തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി MD അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷിബിലി സാഹിബ്, NI ബെന്നി, രാജേഷ് ബാബു, K ദീപക്, ജാഫർ ഖാൻ മുഹമ്മദ്, KG സജിമോൻ, റോബിൻ മൈലാടി, സുരേഷ് രാജു, TP ദേവസ്യ, KP റോയ്, MK ഷാഹുൽ ഹമീദ്, ജോർജ് ജോൺ, റഷീദ് കാപ്രാട്ടിൽ, TL അക്ബർ, സനു കൃഷ്ണൻ, KA ഷെഫീഖ്, KM ഷാജഹാൻ, PC ജയൻ, OK അഷ്റഫ്, PV അച്ചാമ, KB ബാബു, അസ്ലം ഓലിക്കൽ, സുലൈമാൻ കുന്നം, ജെയ്സൺ ജോസഫ്, JS ജോൺ, മൈക്കിൾ കുളപ്പുറത്ത്, ബേബി മാപ്ലായിൽ, ശശിധരൻ പിള്ള, ബാബു ചാവക്കാല, യൂജിൻ പരിയാരത്ത്, ജോസ് പാലിയത്ത്, ബിനീഷ് മാത്യു, ജോ അറക്കപ്പാറ, അലക്സാണ്ടർ, ടോമി അമരങ്കാവ്, വിശ്വനാഥൻ ആചാരി, കാസിം, സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജലവിഭവ വകുപ്പ് തുടർച്ചയായി ഇറക്കുന്ന ജനദ്രോഹ ഉത്തരവുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ അറിഞ്ഞാണോ എന്ന് സംശയിക്കുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ നടപ്പാക്കിയതിനു പുറമെ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബഫർ സോൺ ഉത്തരവ് വ്യാപിപ്പിച്ച് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജലവിഭവ വകുപ്പ്. ഈ നടപടി സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം രൂക്ഷമാക്കുമെന്നും ബിജോ മാണി പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 20-നാണ് ഇത് സംബന്ധിച്ച് ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയത്. 2021 ഡാം സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ഡാമുകളിലും ഈ ഉത്തരവ് ബാധകമാണ്. കൂടാതെ ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ടണൽ, ബണ്ട്, കനാലുകൾ, തടയണകൾ, നദികൾ, അരുവികൾ, തടാകങ്ങൾ, കൈത്തോടുകൾ, കുളം, വാട്ടർ ടാങ്കുകൾ എന്നിവയ്ക്ക് ചുറ്റും ഈ ഉത്തരവ് പ്രകാരം ബഫർ സോൺ വന്നു കഴിഞ്ഞു. 1 കിലോമീറ്റർ മുതൽ 30 മീറ്റർ വരെയാണ് ബഫർ സോണിന് പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഡാമിന് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ ഇപ്പോൾ പിൻവലിക്കുമെന്ന് മന്ത്രി പറയുന്നു. എന്നാൽ അശാസ്ത്രീയമായ ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. 20/1/2025 ഈ ഉത്തരവ് ജലവകുപ്പ് ഇറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവ് പ്രകാരം ഡാം സേഫ്റ്റി ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഡാമുകൾക്കും 1 കിലോമീറ്റർ ചുറ്റളവിൽ ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പം ഡാം സേഫ്റ്റി ആക്ടിന്റെ നിയന്ത്രണത്തിൽ വരുന്ന KSEBിയുടെ ഡാമുകളുണ്ട്. മുഴുവൻ ഡാമുകളും ഇപ്പം ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവിൽ ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ ഡാമുകളോടൊപ്പം തന്നെ ചെക്ക് ഡാമുകൾ, തടയണകൾ, അതുപോലെ ബണ്ടുകൾ ഉൾപ്പെടെ, ടണൽ ഉൾപ്പെടെയുള്ള ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ നിശ്ചയിക്കുന്ന ജലവകുപ്പിന്റെ നിർമ്മിതികൾക്കെല്ലാം ചുറ്റും ഈ 1 കിലോമീറ്റർ ബഫർ സോൺ ബാധകമാണ്. ഖനന പ്രവർത്തനങ്ങൾ പാടില്ല. ഇതോടൊപ്പം തടയണകളെ, ചെക്ക് ഡാമുകൾ ഇവയ്ക്ക് ചുറ്റും 300 മീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2000 ലിറ്റർ വെള്ളത്തിന് മുകളിൽ കൊള്ളുന്ന ടാങ്കുകൾ, ആ ടാങ്ക് 20,000 ലിറ്റർ 20,000 ലിറ്റർ വെള്ളത്തിന് മുകളിൽ കൊള്ളുന്ന ടാങ്കുകൾക്ക് 300 മീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ നിശ്ചയിച്ചിരിക്കുക. അതുപോലെ കുളങ്ങൾ ഇവയ്ക്ക് ചുറ്റും 200 മീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെറുതും ഇടത്തരവുമായ കനാലുകൾ, ജലസംഭരണികൾ ഇവയ്ക്ക് ചുറ്റും 250 മീറ്റർ ദൂരപരിധിയിൽ ബഫർ സോൺ നിശ്ചയിച്ചിരിക്കുന്നു. ചെറിയ കനാല, കൈത്തോടുകൾ, കുളം, ടാങ്ക് ഇവയ്ക്ക് 125 മീറ്റർ ചുറ്റളവിലെ ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. 20,000 ലിറ്റർ താഴെ വെള്ളം കൊള്ളുന്ന ചെറിയ ടാങ്കുകൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ 30 മീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ നിലവിൽ ഖനനത്തിന് ഒട്ടേറെ വിലക്കുകളുണ്ട്. ദുരന്ത നിവാരണ നിയമം നടപ്പിലാക്കിയിട്ടുള്ള 13 പഞ്ചായത്തുകളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല. കൂടാതെ CHRന്റെ പരിധിയിലുള്ള 26 വില്ലേജുകളിലും ഖനനം പാടില്ല. ഇതുകൂടാതെ ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണം കൂടി വരുന്നതോടെ ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടും.
നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കാൻ ജില്ലയിൽ പാറ ഖനനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന CPM ഖനന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഇടതു സർക്കാർ ഇറക്കിയ ഈ ഉത്തരവിനെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മുൻപ് വനപ്രദേശത്തോട് ചേർന്ന ജനവാസ മേഖലകൾ ഉൾപ്പെടെ 1 കിലോമീറ്റർ ബഫർ സോണിന്റെ പരിധിയിലായപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കളക്ടറേറ്റിൽ യോഗം വിളിച്ച് ജനവാസ മേഖലയിൽ 0 ബഫർ സോൺ എന്ന് പ്രഖ്യാപിച്ച മന്ത്രി റോഷി അഗസ്റ്റിനാണ് സ്വന്തം വകുപ്പ് ഉപയോഗിച്ച് കൃഷിഭൂമിയിലേക്ക് ബഫർ സോൺ വ്യാപിപ്പിച്ചത്. നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം മൂലം സ്തംഭനാവസ്ഥയിലായ ജില്ലയിലെ നിർമ്മാണ മേഖലയെ ഈ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കും. സർക്കാർ നിയന്ത്രണത്തിൽ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് പാറ പൊട്ടിച്ച് ആവശ്യക്കാർക്ക് ന്യായവിലക്ക് ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമുയരുന്നതിനിടയിൽ ജലവിഭവകുപ്പ് ഇറക്കിയ ഈ ഉത്തരവ് ജില്ലയിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകുമെന്നും ബിജോ മാണി പറഞ്ഞു. ഇത്തരത്തിൽ കർഷക സ്നേഹം നടിക്കുന്ന സർക്കാരിന്റെ ജനദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി, മുകേഷ് മോഹൻ, സിജു ചക്കമൂട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു. ജാഥയുടെ ഫ്ളാഗ് ഓഫ് ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ, ജാഥ ക്യാപ്റ്റൻ മത്തായി പീച്ചക്കരയ്ക്ക് പാർട്ടി പതാക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. തുടർന്ന് നടന്ന ബൈക്ക് റാലിയുടെ ഫ്ളാഗ് ഓഫ് ജാഥ കോർഡിനേറ്റർ ഷിബു തങ്കപ്പൻ നിർവഹിച്ചു. സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി വിഷൻ 2025 കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു. കീരമ്പാറ ടൗണിൽ നടന്ന ജാഥയുടെ ഫ്ളാഗ് ഓഫ് ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ, ജാഥ ക്യാപ്റ്റൻ മത്തായി പീച്ചക്കരിക്ക് പാർട്ടി ഫ്ളാഗ് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. തുടർന്ന് നടന്ന ബൈക്ക് റാലിയുടെ ഫ്ളാഗ് ഓഫ് ജാഥ കോർഡിനേറ്റർ ഷിബു തങ്കപ്പൻ നിർവഹിച്ചു. ജാഥ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ പര്യടനം നടത്തി കീരമ്പാറ ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രാജ്യമാണെങ്കിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കുക എന്നുള്ള കർത്തവ്യം നമ്മുടെ കടമയാണ്. സ്വാതന്ത്ര്യത്തിൽ ജനിക്കുകയും ഭയമില്ലാതെ സഞ്ചരിക്കുകയും സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറുകയും ഒക്കെ ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തലമുറയ്ക്ക് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഔദാര്യമൊന്നുമല്ല, ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും അങ്ങനെ ഒരു പ്രിവിലേജ്, അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചവരുടെ കടമയായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. ശ്രീ അരവിന്ദ് കെജ്രിവാൾ 12 വർഷങ്ങൾക്ക് മുമ്പ് അഴിമതിക്കെതിരായിട്ടുള്ള ഭരണവുമായിട്ട് ഡൽഹിയിൽ പാർട്ടി ഉണ്ടാക്കി 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. രവി കീരമ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ലീഗൽ സിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് വാട്ടർപിള്ളിൽ, പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു, സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി, ജോൺസൺ കറുകപ്പള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ, ജില്ലാ സെക്രട്ടറി സുജിത് സുകുമാരൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ, സെക്രട്ടറി റെജി ജോർജ്, ട്രഷറർ ലാലു മാത്യു, സണ്ണി ജോർജ്, ബാബു മാത്യു, കുമാരൻ CK, ജിബിൻ റാത്തപ്പള്ളി, സലീം പറമ്പിൽ, ജെയിംസ് ആർക്കുഴ, ബീത്തു വർഗീസ്, ജെറാൾഡ്, സുനി അവരാപ്പാട്ട്, ചന്ദ്രൻ KS, ശാന്തമ്മ ജോർജ്, വിനോദ് VC, കുഞ്ഞിത്തോമൻ, തങ്കച്ചൻ കോട്ടപ്പടി, പിയേഴ്സൺ K ഐസക് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. കോട്ടപ്പടിയിൽ കാട്ടാന വീണ് തകർന്ന കിണർ പുനർനിർമ്മിച്ചു നൽകി. 2024 ഏപ്രിൽ 12 പുലർച്ചെയാണ് കോട്ടപ്പടി മുട്ടത്തുപാറയ്ക്ക് സമീപം പൂലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ വീടിന് സമീപമുള്ള പുരയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീഴുകയും കിണറിന് നാശം സംഭവിക്കുകയും ചെയ്തത്. പുനർനിർമ്മിച്ച കിണറിന്റെ സമർപ്പണം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന വീണ് തകർന്ന കിണർ പുനർനിർമ്മിച്ചു നൽകി. 2024 ഏപ്രിൽ 12 പുലർച്ചെയാണ് കോട്ടപ്പടി മുട്ടത്തുപാറയ്ക്ക് സമീപം കൂലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ വീടിന് സമീപമുള്ള പുരയിടത്തിലെ കിണറിൽ കാട്ടാന വീഴുകയും കിണറിന് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തത്. തുടർന്ന് ആന്റണി ജോൺ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം തന്നെ കിണറിന്റെ നല്ല നിലയിലുള്ള പുനരുദ്ധാരണത്തിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു. പുനർനിർമ്മിച്ച കിണറിന്റെ സമർപ്പണം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മെർട്ടിൻ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ അജിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാമ ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ, വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, ശ്രീജ സന്തോഷ്, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെജോ ജോർജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഷ്റഫ് PM, അഖിൽ സുധാകരൻ, വിനിൽ വാവേലി, കൂലാഞ്ഞി വീട്ടിൽ പത്രോസും കുടുംബങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ സന്നിഹിതരായിരുന്നു. വർക്ക് ഏറ്റെടുത്ത് നല്ല നിലയിൽ പൂർത്തീകരിച്ച കരാറുകാരനെ ആന്റണി ജോൺ MLA ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചേഴ്സിന്റെയും സമരത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായി കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി.
പ്രസിഡന്റ് മാർട്ടിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം DKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ നിർദ്ദേശപ്രകാരം ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചേഴ്സിന്റെയും സമരത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി പുറപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം DKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി ഉദ്ഘാടനം ചെയ്തു. അന്ന് മുതൽ അവർ നിരാകാര സമരം അനുഷ്ഠിക്കുകയാണ്. ഇന്ന് 7ാമത്തെ ദിവസമാണ് നിരാകാര സമരം. ആ നിരാകാര സമരം അനുഷ്ഠിച്ചിട്ടും ആ സഹോദരിമാരുടെ സമരത്തെ പുച്ഛത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നത്. അതോടൊപ്പം തന്നെ മറുവശത്ത് അങ്കണവാടി ടീച്ചർമാരും സമരം നടത്തുന്നു. 2 വിഭാഗത്തിൽപ്പെട്ട സഹോദരിമാരുടെ ഈ സമരത്തെ ഈ ഗവൺമെന്റ് പുച്ഛിച്ചു തള്ളുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നും പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളുടെ പാർട്ടിയാണെന്നും തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നത് തങ്ങളാണെന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ സമരം നടത്തുകയും തൊഴിലാളികൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കും അനുകൂലമായി സമരം നടത്തുകയും അങ്ങനെ ആ സമരത്തിന്റെ മറവിൽ കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ കേരളത്തിലെ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞുകൊണ്ട്, പിന്നോക്ക സമുദായക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട്, അധസ്ഥിത വിഭാഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സവർണർക്ക് വേണ്ടിയും സമ്പന്നർക്ക് വേണ്ടിയുമാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന പ്രചരണം നടത്തിക്കൊണ്ട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സണ്ണി വട്ടക്കാട്ട് സ്വാഗതവും മുൻ മണ്ഡലം പ്രസിഡന്റ് സ്വാമി വട്ടക്കാട്ട് നന്ദിയും രേഖപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജിജി വർഗീസ്, രാജേശ്വരി ഹരിധരൻ, ജോൺ സി മണക്കാട്ട്, റെജി സണ്ണി, ജെബിൻ, മെമ്പർമാരായ ആൻസി ജോജോ, സൗമ്യ ബെൽജി, DKTF ജില്ലാ സെക്രട്ടറി സാബു വടശ്ശേരി, വാർഡ് പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് ബൂത്ത് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പൈനാവ് വെള്ളാപ്പാറ DFO ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. കുട്ടമ്പുഴയിൽ നടന്ന ജനമുന്നേറ്റ യാത്രയുടെ പേരിൽ കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. സമരപരിപാടികൾ ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടമ്പുഴയിൽ നടത്തിയ ജനമുന്നേറ്റ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത വനംവകുപ്പിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി വെള്ളാപ്പാറ DFO ഓഫീസിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സമരപരിപാടികൾ ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പിനെ കയറൂരിവിട്ട് ജനമുന്നേറ്റങ്ങൾ തടയാമെന്ന് സർക്കാർ കരുതേണ്ടെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ പറഞ്ഞു. അവകാശങ്ങൾ സംരക്ഷിക്കാൻ കുടിയേറ്റ ജനത നടത്തുന്ന മുന്നേറ്റങ്ങളെ തകർക്കാമെന്ന് വനംവകുപ്പും സർക്കാരും കരുതേണ്ടെന്നും ഫാദർ ജോസ് കരിവേലിക്കൽ കൂട്ടിച്ചേർത്തു. ആലുവ 3 രാജകീയ പാത ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായി സമാധാനപരമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത് ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഒത്തിരിയേറെ സമാന ചിന്താഗതിയുള്ള വ്യക്തികളുണ്ടായിരുന്നു. സമാധാനപരമായ ഒരു സമരം 38 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഒരു കാലത്ത് പോലും ആരെയും പ്രകോപിപ്പിക്കാതെ കൊണ്ട് മാന്യമായി. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. രൂപതാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ഫാദർ ജിൻസ് കാരക്കാട്ട്, ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും 100 കണക്കിന് കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് CPM പിണ്ടിമന ലോക്കൽ കമ്മിറ്റി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഏരിയ സെക്രട്ടറി KA ജോയി സമരം ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പ് സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി.
സാമൂഹ്യ ക്ഷേമരംഗത്ത് മുൻതൂക്കം നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച ബ്രാഞ്ച് ഉടുമ്പന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.